എങ്ങനെയാണ് RTIക്ക് പേയ്മെൻറ്റ് ഓൺലൈനിൽ ചെയ്യാം എന്നതാണ്. വിവരാവകാശ പ്രകാരങ്ങൾ അപേക്ഷ നിങ്ങൾക്ക് മെയിലായിട്ടും ചെയ്യാം. മെയിൽ ചെയ്താൽ അതിന് റെസിപ്റ്റ് നൽകണമെന്നും അതിന് കറക്റ്റായിട്ട് ഉത്തരം നൽകണമെന്നും ഒക്കെ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മെയിലായിട്ട് അയക്കാം, കുഴപ്പമില്ല. ഇനി മെയിലായിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ പേയ്മെൻറ്റ് നടത്താം. നമുക്ക് ട്രഷറി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ട്രഷറി എടുക്കാൻ ക്രോമോ പോലുള്ളത് ഓപ്പൺ ചെയ്യാം. ട്രഷറി എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ട്രഷറിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. ട്രഷറിൻ്റെ സൈറ്റിൽ ട്രഷറി .in ഇത്രയും മതി. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ അങ്ങനെ വരും. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സർവീസസ് എന്ന് പറഞ്ഞ സാധനത്തിലെടുത്തിട്ട് സർവീസസിൽ ഡിപ്പാർട്ട്മെൻറ്റ് റെസിപ്റ്റ് എടുക്കും. ഡിപ്പാർട്ട്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കാണാം. സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊടുക്കേണ്ടത്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതിലേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ഹെൽത്ത് സർവീസ് എന്ന് കിട്ടി. ഈ ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മലപ്പുറം എന്ന ഡിസ്ട്രിക്റ്റ് എടുത്തു. ഇനി നമുക്ക് ഏതാണ് PHCക്കാണോ CHCക്കാണോ അതെല്ലാം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇതിനായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് സെൻ്ററുകളിലേക്കാണോ ഏതാണെന്ന് വെച്ചാൽ ഇതിന് സെലക്ട് ചെയ്യും. ഇതിൽ പല കോലത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ചിലടത്ത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 24/7 PHC അങ്ങനെ എഴുതിയിരിക്കുന്നു. ചിലയിടത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് നീട്ടി പരത്തി എഴുതിയിരിക്കുന്നു. ചിലയിടത്ത് CHC എന്ന് എഴുതിയിരിക്കുന്നു ചുരുക്കിയിട്ട്. അതേപോലെ തന്നെ PHC എന്ന് എഴുതിയതുണ്ട്. അതേപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന് എഴുതിയതുണ്ട്. അപ്പോൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. അതേപോലെ DMO അയക്കാനുള്ളതാണ് അതും ഇതിനകത്തുണ്ട്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് എന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമുക്കിപ്പം എനിക്ക് CHC ആണ് വേണ്ടത്. ഇപ്പോൾ CHC വേങ്ങര തിരഞ്ഞ് കണ്ടതാണ് കേട്ടോ. ഞാൻ CHC വേങ്ങര CHC വേങ്ങര ഇതാ ഇവിടെ ഉണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്തേ ഉള്ളൂ, ഇത്രയായില്ലേ. ഹെഡ് കണ്ടെത്താൻ, ഈ ഹെഡ് കണ്ടെത്താൻ ഒന്നുമില്ല. സെലക്ട് റെമിറ്റൻസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ക്ലിക്ക് ചെയ്താൽ ഈ സെലക്ട് റെമിറ്റൻസ് അതായത് ഇത് സെലക്ട് ചെയ്തിട്ട് താഴത്തോട്ട് എടുത്താൽ ഹെഡ് ഫീ ചിക്കൽ എന്ന് പോന്നാൽ താഴെ വന്നാൽ ഫീ മെഡിറ്റേഷൻ എല്ലാ ഫീസും ഉണ്ട് ഇതിനകത്ത്. പലതും അടക്കാൻ പറ്റും ഇതിനകത്ത്. റെസിപ്റ്റ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ, റെസിപ്റ്റ് ഫോർ അണ്ടർ റെസിപ്റ്റ് അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ, മനസ്സിലായി? അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഒരു ഹെഡാണ്. ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 10 രൂപയാണ് ഫസ്റ്റിൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടക്കാനുള്ളത്. ആ 10 രൂപ എൻ്റർ ചെയ്യാം. ഓക്കെ, 10 രൂപ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് എന്താണ് പർപ്പസ്, അപ്പോൾ നമുക്ക് പർപ്പസ് ചെയ്താം. റൈറ്റ് ഇൻഫർമേഷൻ RTI അപ്ലിക്കേഷൻ ഫീ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആളെ പേര് ആരാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആളെ പേര് എഴുതാം. MMD ഇനി നമ്മുടെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ അത് പ്രിൻസസ് അഡ്രസ്സും മറ്റുമൊക്കെ എഴുതാം. അമ്പാടി ഹൗസ് ചുറ്റിപ്പുറം പിന്നെ നമ്മുടെ ഭയങ്കര പിന്നെ പുറത്ത് കിടക്കുന്നത് കമ്പൽസറി ഇല്ല, എന്നാലും നല്ലതാണ്. ഇനി എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയായില്ല. ഇത് ഞാൻ എൻ്റെ മൊബൈലിലാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി നന്നാവൽ ലാപ്പിൽ അതിലൊക്കെ ഡെസ്ക്ടോപ്പിൽ ഇത് പ്രൊസീഡ് കൊടുക്കുക. മൊബൈൽ നമ്പർ കമ്പൽസറിയാണ്. സോറി, അത് എവിടെയാണ് വരുന്നത്, അവിടെ 94464541 ടൈപ്പ് ചെയ്യാം. പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ പേയ്മെൻറ്റ് ഫോർ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഇതെന്താ വെച്ചാൽ ഇതിനകത്ത് ഇതായതുകൊണ്ടാണ്. ഡെസ്ക്ടോപ്പാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റാണ് ബെറ്റർ. മറ്റത് കുറേ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് ടൈപ്പ് എടുക്കാൻ തന്നെ ഉള്ളൂ. ഈ സാധനം എടുക്കാം. നമ്മളെല്ലാത്തിലും ഉണ്ടാവും. റിക്വസ്റ്റ് ഫോർ മൊബൈൽ സൈറ്റ് എന്നാണ്. ഇപ്പം അതാണ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയതുകൊണ്ടാണ്.
മൊബൈൽ സൈറ്റ് നിർത്തുന്നത്. ഇപ്പം ഡെസ്ക്ടോപ്പ് സൈറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീണ്ടും എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യണം. ഹെൽത്ത് HEAM സർവീസ് ഓഫീസ് ജില്ല മലപ്പുറം ഓഫീസ് CHC വേങ്ങര. പിന്നെ റെമിറ്റാസ് RTI ഫീ എഡ്യൂക്കേഷൻ ഫീ ഫോർ റൈറ്റ് അണ്ടർ റൈറ്റ് ഇൻഫർമേഷൻ എമൗണ്ട് 10 രൂപയാണ് അടക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ പിന്നെ RTI ആപ്ലിക്കേഷൻ ഫീ RTI ആപ്ലിക്കേഷൻ ഫീ പിന്നെ നെയിം മൊബൈൽ നമ്പർ ഡീറ്റെയിലുകൾ ഇത് കാണിക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡെസ്ക്ടോപ്പിലാവും പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്. ഈ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിന് മുന്നേ നിങ്ങൾക്ക് ഓഫ്ലൈനോ ഓൺലൈനാണ് സെലക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനാണ് അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുക. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നേരിട്ട് ട്രഷറി പോയി അടക്കണമെങ്കിൽ അങ്ങനെ അടക്കാം. അത് വലിയ കഴമ്പൊന്നുമില്ല. നമുക്കിപ്പോൾ ട്രഷറി പോയി അടക്കണം വെച്ചാൽ പിന്നെ അവിടെ നിന്ന് കിട്ടാണ്ട് അടച്ചാൽ മതി. ഒന്ന് പേയ്മെൻറ്റ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. നെറ്റ് ബാങ്കിങ് ഒഴിവാക്കാം. പേയ്മെൻറ്റ് പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ 1 അതെടുക്കാം. ഇതിനകത്തുനിന്ന് പേയ്മെൻറ്റ് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കും. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു GR നമ്പർ ഇങ്ങനെ കിട്ടും. ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ നിർബന്ധമാണ്. നമ്മളെന്ന് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് നമ്മളോട് ഏതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ UPI ആണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാർഡെല്ലാം വാങ്ങിയാൽ UPI ക്ലിക്ക് ചെയ്യാം. UPI ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ പേ കൊടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ID കൊടുത്താൽ മതി. UPI ID നമുക്ക് എല്ലാവർക്കും അറിയണം. ഇപ്പം Ambadi.MA ആണ്. സെലക്ട് HDFC വെരിഫൈ കൊടുക്കും. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ആളെ പേരവിടെ കാണിക്കും. ഇനി പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിൽ മെസ്സേജ് വരും. ജസ്റ്റ് പിന്നെ ഓക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് അടിക്കാം. നേരെ തിരിച്ചിവിടെ വരും. അതേ സൈറ്റിൽ തന്നെ നമുക്ക് GR നമ്പർ ഉണ്ടായതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നും പോകണില്ല. ആ സൈറ്റിൽ വന്നിട്ട് കിട്ടുന്നില്ല വെച്ചാൽ GR നമ്പർ നേരിട്ട് അടിച്ചിങ്ങാണ്ട് സെർച്ച് ചലാൻ നോക്കിയാൽ മതി. നേരിട്ടടിച്ച് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ അതവിടെ ഓക്കെ അപ്പം തന്നെ ഇപ്പോൾ സാധനം ഡൗൺലോഡ് പ്രിൻറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ സാധനം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പരിപാടി. വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവരും കണ്ടതിന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന ചോദിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇത് നോക്കാം. നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്താൽ